നമുക്കിന്ന് കേരളത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടത് ഒരുപക്ഷെ മറ്റ് ഒരു രീതിയിലും വികസനം എത്താത്ത ഇടുക്കി, ആലപ്പുഴ ജില്ലകളാണ്. കൊടുക്കുന്ന സ്വഭാവമാണല്ലോ. ആദ്യത്തെ ചോദ്യം, എയിംസ് എവിടെയാണ്? എയിംസ് ആലപ്പുഴ തന്നെ. ഓക്കെ, ഒന്ന് ആലപ്പുഴ കൊടുത്ത്. പക്ഷേ തൃശ്ശൂരിൽ നിന്നൊരു MP ആദ്യമായി തെരഞ്ഞെടുത്ത കേരള നിശ്ചയം, അതിനൊരു മര്യാദ കൽപ്പിക്കണമെങ്കിൽ തൃശ്ശൂരിന് അത് ലഭിക്കണം. ഇത് എയിംസും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ചോദിക്കുന്നത് എയിംസ് വരും. ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഈ നാട്ടുകാരോട് ആചാദിക്കുകയാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം ഇത് ഞാൻ ഉപയോഗിക്കും. തൃശ്ശൂരിന് കൊടുത്താൽ പറയും അപ്പൊ MP തന്നില്ലെങ്കിൽ തരില്ല എന്നും പറയുന്ന പക്ഷം ഉണ്ടാവും. അപ്പോ കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തെല്ലുന്ന കാലാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അടുത്തത്, പിന്നെ എനിക്കൊരു അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് കേരളത്തിൽ നിന്ന് ആദ്യത്തെ BJP MP നൽകിയ തൃശ്ശൂരിന് അത് നിർബന്ധം. ഓക്കെ, ഒന്ന് തൃശ്ശൂരിനും കൊടുത്ത്. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായനക്കി. ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാ. ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്യനാണ്. നയപരമായ എന്റെ ദൗത്യങ്ങൾക്ക് ശേഷമേ കർമ്മപരിപാടിയിലേക്ക് തിരിയൂ. ഇതല്ലാതെ മുഖ്യമന്ത്രി അടുത്ത് ചോദിച്ചപ്പോഴൊക്കെ ഇല്ല അത് കോഴിക്കോട്, അത് ഞങ്ങൾ നിശ്ചയിച്ചതാ, ബാക്കി 4 സ്ഥലം കൂടി എഴുതി കൊടുക്കുക. ഇല്ലല്ല, അതൊന്നും എഴുതി കൊടുക്കുന്നില്ല. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കലക്കണം. നമുക്ക് കലക്കണ്ട, നീ ഒറ്റക്ക് കലക്കിയാൽ മതി, ഞാനില്ല. എന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. ഇത് വല്ലതും നടക്കുവോ പ്രസിഡന്റ്? എന്ത് ചോദ്യ കൊച്ചുകൃഷ്ണ ഇത്? എന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്വാധീനം വെച്ച് നിനക്ക് മൃഗശാലയിൽ ജിറാഫിന് തീറ്റ കൊടുക്കുന്ന പണി വരെ മേടിച്ചാലേ എനിക്ക് പറ്റും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറയേണ്ടി വന്നു. ഇൻഡിഗോയുടെ കൊച്ചിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കണ്ണൂർ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു. അവന്മാര് തിരുമണ്ടന്മാരായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു, പക്ഷെ കൂടുതൽ കാലം പിടിച്ചേക്കാൻ പറ്റില്ല. എയിംസ് വരും കേരളത്തിൽ, അതെവിടെയാണെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം എന്ന് പറഞ്ഞെങ്കിൽ അത് വരും. ഇപ്പൊ മനസ്സിലായി. അതെ, അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എന്നാൽ പിന്നെ അങ്ങനെ 5 സ്ഥലങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരട്ടെ, അന്ന് നമുക്ക് എയിംസിനെ പറ്റി ആലോചിക്കാം. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. ഇത് കേരളത്തിന്റെ അവകാശം തന്നെയാണ്. കേരളം ഭാരതത്തിന്റെ ഭാഗമാണ്. അത് മറക്കരുത്. എന്റെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും മതി. നിങ്ങളുടെ ബുദ്ധിയും എന്റെ ശക്തിയുമായാൽ ഈ 3D പടം പോലെ ഇരിക്കും, ഇങ്ങോട്ട് വരണ പോലെ ഇരിക്കും, പക്ഷെ വരില്ല. അതിൽ ഒരു നിശ്ചയക്കുറവും വേണ്ട, സംശയവും വേണ്ട. ഉറപ്പായിട്ടും കേരളത്തിന്റെ അവകാശമാണ്. പക്ഷേ അത് യോഗ്യമായി എത്തേണ്ട സ്ഥലം എന്താണെന്ന് ക്രമീകരിച്ച് എടുത്തു നൽകാനുള്ള വ്യവസ്ഥ, അതിന്റെ ഉറപ്പ് നൽകി കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ ഇതിന് സ്ഥാനമുണ്ടാവും. പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ അടുത്ത ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിനടുത്ത ബഡ്ജറ്റിൽ. അതെ അതെ അതെ, മിണ്ടരുത്. പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല, നിങ്ങൾക്ക് പഴയ പണിയാണ് നല്ലത്. എയിംസിന്റെ പേരിൽ എന്നെ ഒരുപാട് തേച്ചു എല്ലാവരും, പത്രക്കാരായാലും ശരി തന്നെ. അന്ന് ഞാൻ പറഞ്ഞു, ഇനി എയിംസ് വന്നാൽ അത് എന്റെ ക്രെഡിറ്റിലേക്ക് മാത്രമായിരിക്കുമെന്നുള്ളത് ഒന്നുകൂടി തറപ്പിച്ച് ഞാൻ ഇവിടെ പറയുന്നു. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ഇതുപോലെ. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ജില്ലകൾ തോറും എയിംസ്, അതാണ് സുരേഷ് ഏട്ടന്റെ ലക്ഷ്യം. എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളെ ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ഒക്കെ തന്നേക്കണേ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.